ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമയെ കാണാൻ വേണ്ടിയിട്ട് 2-3 സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരികയാണേ. എൻ്റെ മൈ ഗോഡ്, ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്, എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇന്ന് ദീപാവലിയല്ലേ, ഞങ്ങൾ പാർലറിലേക്ക് ഇറങ്ങിയതാ, അപ്പോൾ മനോരമ ചേച്ചിയെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ ഐ ആം ഹാപ്പി ഓഫ് ദ വിസിറ്റ്, എല്ലാവരും കമോൺ. അപ്പോൾ ലാവണ്യ അങ്ങോട്ടേക്ക് വരികയാണേ. ലാവണ്യെ കാണുമ്പോൾ അവിടെ വന്ന സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്, ആരാ മനോരമ ചേച്ചി ഈ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ കുഞ്ഞൻ മാരേജ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാ, പേര് ലാവണ്യ. ലാവണ്യയ്ക്ക് അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അഞ്ജലി ശ്രുതിയെയും തിരഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരികയാണേ. ശ്രുതി മുകളിലുണ്ടെന്ന് തോന്നുന്നു അഞ്ജലി ചേച്ചി എന്ന് പറയുമ്പോൾ, അല്ല ബാൽക്കണിയിൽ ചിരാത് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, അത് ഞാൻ രാമേട്ടനോട് പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഞ്ജലി ചേച്ചി എന്ന് പറയാൻ കേട്ടോ ലാവണ്യ. അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ലാവണ്യയും പോവുകയാണ്. അല്ല ശ്രുതികുമാരി, ഇതൊക്കെ ഇപ്പോഴേ കത്തിക്കാൻ തുടങ്ങുകയാണോ? അല്ല മാഡം, ഇതിലൊക്കെ എണ്ണ ഒഴിച്ച് വരുമ്പോഴേക്കും കത്തിക്കാനുള്ള സമയമാവും, എങ്കിൽ നമുക്ക് കുറച്ച് പടക്കം കൂടി വാങ്ങാമായിരുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഡം, വല്ല പൂത്തിരിയോ മറ്റോ പോരെ മാഡം. ശരിയാ, എന്തിനാ വെറുതെ ഒരു സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ, ഞാൻ ഇതൊന്ന് കത്തിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ചിരാകൊക്കെ എടുത്ത് കത്തിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ അശ്വിൻ അവിടെ എത്തുകയാണ്. ശ്രുതിക്ക് അശ്വിൻ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവാണ്. ശ്രുതിയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം തന്നെ നമ്മുടെ ലാവണ്യ, സാർ ഇത് നോക്കിക്കേ, എത്ര ഭംഗിയായിട്ട് നമ്മുടെ ശ്രുതി അലങ്കരിച്ചെന്ന്. ശ്രുതിയെ കാണാൻ ഇപ്പോൾ ശരിക്കും ദേവിയെ പോലെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ല ശ്രുതി, നീ എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കും എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ശ്രുതി അയ്യോ എന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം ആ കളം വരച്ചിട്ട് ചിരാതൊക്കെ വെച്ചിട്ട് ആ കളത്തിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ നമ്മുടെ ശ്രുതി ഇരിക്കുന്നത്. സാർ പ്ലീസ് നമ്മുടെ ശ്രുതിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഒരു ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലാവണ്യ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ആ കളത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ആ സമയം നമ്മുടെ അശ്വിൻ വന്നിട്ട് കൈ പിടിക്കുകയാണ്. അങ്ങനെ കൈ പിടിച്ച് ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ നമ്മുടെ ലാവണ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എൻ്റെ കാലിൽ ഒരു പാദസരമല്ലേ ഉള്ളൂ, മറ്റേത് എവിടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴൊക്കെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ കൈ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്ന് കളഞ്ഞു പോയി മാഡം, എങ്കിൽ പിന്നെ ഇത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ, അതെനിക്ക് മാറ്റാൻ കഴിയില്ല, അത് എൻ്റെ അമ്മ തന്നതാ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വിന് വല്ലാണ്ട് സങ്കടമാവാണേ. തുടർന്ന് അശ്വിൻ റൂമിലിരുന്ന് ശ്രുതിയുടെ പാദസരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ആ പാദസരം എടുത്തിട്ട് പോക്കറ്റിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കുഞ്ഞാ. എന്ത് സർപ്രൈസ് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഇത് നിന്നോട് മുത്തശ്ശി തന്നെ പറയും എന്ന് പറയാണ് കേട്ടോ. അല്ല കുഞ്ഞാ, ലാവണ്യ ഇവിടെ വന്ന് കയറിയിട്ട് കുറച്ച് അധികം ദിവസങ്ങളായല്ലോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പൊരുത്തക്കേടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഞാൻ ലാവണ്യയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു മോനെ. അങ്ങനെ ഒരുപാട് ഇഷ്ടമെന്നല്ല, എങ്കിലും എന്തോ ആ കുട്ടിയോട് എനിക്ക് ഒരു സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നിന്റെ കൈ പിടിച്ചു വന്ന ലാവണ്യയല്ല അവളിപ്പോൾ, നീയും ശ്രുതിയും കൂടി അവളുടെ സ്വഭാവം ആകെ മാറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ, നീ അവളെ കല്യാണം കഴിക്കണം എന്ന് പറയാണ് കേട്ടോ. നിന്റെ കല്യാണം കൂടി കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ എതിർക്കുകയാണ് കേട്ടോ. എനിക്ക് കല്യാണം എന്ന കൺസെപ്റ്റിനോടെ ഇഷ്ടമല്ല, അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ശശി ചൂടാവാണ് കേട്ടോ. നിന്റെ കൂട്ടുകാരിയായിട്ടോ അതോ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവാണേ. നീ ഒരിക്കലും നന്നാവില്ല, ഇവിടെ വന്ന് കയറിയ അവനെ പോലും നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഒരു ആലോചനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ബാക്കിൽ അശ്വിൻ വന്നതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യേ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ശ്രുതിക്ക് തോന്നിയതാണെങ്കിലും അശ്വിൻ ശരിക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതി കുറച്ചു നേരം അശ്വിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ സ്പീഡിൽ പോകുന്ന നേരത്തെ നമ്മുടെ ശ്രുതി അവിടെ വീണ് പോവാണ്. ഇത് കാണുമ്പോൾ അശ്വിൻ ഓടി ചെന്നിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അശ്വിൻ്റെ പോക്കറ്റിലിരുന്ന പാദസരം എടുത്തിട്ട് ശ്രുതിയെ അണിയിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.